കള്ളത്തരം മുഴുവൻ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, സംവാദത്തിന് ധൈര്യമുണ്ടോ? അങ്ങേ പുറത്തുനിന്ന് സതീശൻ പറഞ്ഞു, ധൈര്യമുണ്ട്, സംവാദം, ഡേറ്റ് നിശ്ചയിക്ക്, സ്ഥലം നിശ്ചയിക്ക്, ഞാൻ വരാം. പേടിച്ചുപോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ പേടിച്ചുപോയി. ഇങ്ങനെ പെട്ടെന്ന് സതീശൻ പറയുന്നത് വിചാരിച്ചില്ല കേട്ടോ. സ്ഥലം സമയം നിശ്ചയിക്കോ, ഞാൻ വരാം സംവാദത്തിന്. നിങ്ങൾ എന്തിനെ കുറിച്ചാണെങ്കിലും, ഇവിടെ കേരളത്തിൽ നിങ്ങൾ നടന്നു എന്ന് പറയുന്ന വികസനത്തെ കുറിച്ച്, നിങ്ങൾ ഇവിടെ ചെയ്തു എന്ന് പറയുന്ന ഒരുപാട് പരിപാടികളെ കുറിച്ച് സംവാദത്തിന് ഞാൻ തയ്യാറുണ്ട്. നിങ്ങൾ പറഞ്ഞ മുഴുവൻ കള്ളക്കഥയാണ്, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണെന്ന് ഞാൻ തെളിയിക്കാമെന്ന് സതീശൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പേടിത്തൂറി മുഖ്യമന്ത്രി, അല്ലെ? പിണറായി വിജയൻ എന്ന് വിശേഷിപ്പിക്കാനുള്ള ഏക നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ പേടിത്തൂറി മുഖ്യമന്ത്രി എന്നാണ് പറയട്ടോ. മൂപ്പരെന്ന് പറയാലോ, ഇന്ദ്രനും ചന്ദ്രനും ഇടയിലൂടെ ഊരിപ്പിടിച്ച വാളുകൾക്കും കത്തികൾക്കും ഇടയിലൂടെ തല ഉയർത്തിപ്പിടിച്ചു വന്ന ആളാണ്. പ്രത്യേക ആക്ഷൻ കാണിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഓടിപ്പിച്ച ആളാണ്. ബ്രിട്ടൻ കോളേജ് പഠിക്കുമ്പോഴേ സുധാകരേട്ടൻ പറഞ്ഞിട്ട് ഇയാളെ ഓടിപ്പിച്ച് എന്താ പറയാ, മൈലുകളോളം, ബ്രിട്ടൻ കോളേജിൽ നിന്ന് മൈലുകളോളം പിണറായി വിജയനെ അടിച്ചോടിപ്പിച്ച കഥ സുധാകരേട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പേടിത്തൂറിയായിരുന്നു ഇയാൾ. പഠിക്കുന്ന കാലത്തും പേടിത്തൂറിയായിരുന്നു വിജയൻ. ഇപ്പൊ അതിനേക്കാൾ വലിയ പേടിത്തൂറിയാണ്. ചോദ്യങ്ങളെ പേടിയാണ് ഇയാൾക്ക്, ഈ ചെറിയ ഒരു സഖാവ് പെൺകുട്ടിയാണ് പറഞ്ഞത്, ഒരു സെൽഫി എന്ന് പറഞ്ഞപ്പോൾ മാറി നിൽക്ക് എന്ന് പറഞ്ഞ അത്തമനല്ലേ ഇയാള്. സംസാരിച്ചു കൊണ്ടിരിക്കവേ ഒരു സഖാവ് CMA ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞ നികൃഷ്ടനല്ലേ ഇയാള്. അപ്പൊ ഇയാള് ഈ പറയുന്ന തള്ളുകളൊക്കെ നടത്തിയപ്പോഴാണ് സതീശൻ പറഞ്ഞത് സംവാദത്തിനുണ്ട്. അപ്പൊ പേടിത്തൂറി. അപ്പൊ പറഞ്ഞു സംവാദം ഫേസ്ബുക്കില് സംവാദം. പോസ്റ്റ് ഇടാൻ, ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്നത് മുഖ്യമന്ത്രി അല്ല എന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടിയൊക്കെ പോലെ അറിയാലോ. ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഇടുന്നത് മുഖ്യമന്ത്രി കോടികൾ ചെലവിട്ട് എന്താ പറയാ നിയമിച്ച PR ടീമാണ്. ഇവിടുത്തെ പബ്ലിക് റിലേഷൻ ടീമും ഈ മറ്റ് മുഖ്യമന്ത്രിയുടെ മറ്റെന്താ പറയാ ഉപദേശകന്മാരും എല്ലാമാണ് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. അപ്പൊ മൂപ്പർ എന്താ പറയുന്നത്, ഞാനിങ്ങനെ സംവാദത്തിനൊന്നുമില്ല. സംവാദത്തിന് വിവരം വേണ്ടേ? സംവാദത്തിന് VD സതീശൻ കൃത്യമായ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ VD സതീശന്റെ ആരോപണങ്ങളെ അല്ലെങ്കിൽ VD സതീശന്റെ വാക്കുകളെ എന്താ പറയാ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിക്ക് ബോധവും വിവരം വേണ്ട. ഇയാൾക്ക് പണ്ട് ശിവശങ്കർ പറഞ്ഞല്ലേ, ഈ മനുഷ്യന് ഒരു ബോധവും വിവരമില്ല, ഒരു കടലാസിൽ എന്തെങ്കിലും എഴുതി കൊടുത്താൽ അതിന്റെ അടിയിൽ ഇങ്ങനെ ഷൂ വരയ്ക്കാൻ അറിയാം, അത്രയേ ഉള്ളൂ എന്ന് ശിവശങ്കരൻ ഒരു മദ്യപാന സദസ്സിൽ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ്. അപ്പൊ ഏതായാലും VD സതീശനല്ല, പിണറായി വിജയൻ വിളിച്ച സംവാദം ഓക്കെ എന്ന് VD സതീശൻ പറഞ്ഞപ്പോ സംവാദമൊക്കെ ആകാം, പക്ഷേ നേരിട്ട് പൊളിറ്റിക്കൽ ഡിബേറ്റ് എന്ന് പറയുന്നത് എന്താണ്, രാഷ്ട്രീയ സംവാദം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലോകരാജ്യങ്ങളിൽ മുഴുവൻ കാണുന്നതല്ലേ. അതായത് രണ്ടുപേർ മുഖാമുഖം നിൽക്കുന്നു, അല്ലേ? എന്നിട്ട് അതിലൊരു ആങ്കർ ഉണ്ടാവും, എന്നിട്ട് അവർ ഒരു 5 മിനിറ്റ് ഒരാൾ സംസാരിക്കും, അതിനെതിരെ മറ്റൊരാൾ സംസാരിക്കും, ആങ്കർ അതിന്റെ ഒരു നിലപാട് പറയും, അത് കഴിഞ്ഞിട്ട് വീണ്ടും സംസാരിക്കും. ഇതാണ് ഒരു രാഷ്ട്രീയ സംവാദം എന്ന് പറയുന്നത്. കേരളം ആഗ്രഹിച്ചതാണ് പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ. പിണറായി വിജയനും സതീശനും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ സംവാദം നടത്താൻ പറ്റൂല പേടിത്തൂറിയന്. അപ്പോഴാ പറയുന്നത് ഫേസ്ബുക്കിൽ മതിയെന്ന്.